നമ്മൾ പോകുന്ന എവിടേക്കാണെന്ന് അറിയാമോ? നമ്മുടെ കോട്ടയത്ത് ഒരു എക്സിബിഷൻ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പം തന്നെ എനിക്കൊരു ആഗ്രഹം തോന്നി ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അവതാർ ക്യാരക്ടേഴ്സ് ആട്ടോ ഇവിടെ ഉള്ളത് മൊത്തം. അപ്പോൾ ഇതവർ ഉണ്ടാക്കിയതാട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റ്ലി ഈ കുട്ടികളൊക്കെ ആയിട്ട് വന്നെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ വെറും 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫേസ് കണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡാൻസ് റീലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മറന്നു പോയിട്ട് എനിക്ക് ആ ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു AI റോബോട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഹാൻഡ് ഷേക്ക് ചോദിച്ചപ്പം പുള്ളിക്കാരൻ എനിക്ക് തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം അത്രയും ക്യൂട്ടാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടനും ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കും ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എന്താ ഒരു ഡോഗ് കിട്ടും. ഈ ഡോഗ് നമ്മുടെ പുറകെ ഓടി വരും കേട്ടോ. ഞാൻ ഓർക്കായിരുന്നു എന്താ എൻ്റെ പുറകെ ഓടി വരാത്തതെന്ന്. നോക്കിയപ്പോൾ എൻ്റെ പുറകെ അവസാനം ഓടി വന്നു. ഞാൻ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷേ എൻ്റെ പുറകെ ഓടി വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല പേടിയാവും. അവരവിടെ ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ടാറ്റാ ബൈ ബൈ കൊടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇതാ ഒരു കൊച്ച് അച്ഛൻ്റെ ദേഹത്തൊക്കെ ചാടിക്കയറണം ആ പട്ടി പിടിച്ച്. പിന്നെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് അടുത്ത് പോകേണ്ട കേട്ടോ. നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഊഴിയിടണം, എന്നിട്ട് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതൊരു 3D വീട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് തരും. നമുക്കത് എൻജോയ് ചെയ്യാം കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണ പോലെ നമുക്ക് തോന്നും. സത്യം വല്ല തലകറക്കൊക്കെ വരും. നമ്മളിങ്ങനെ ആടി ആടി പോട്ടോ. അപ്പോൾ പിടിച്ചിന്നില്ലെങ്കിൽ താഴെ വീഴും. അപ്പോൾ അതാണ് അച്ഛൻ, അതായത് അച്ഛൻ്റെ കയ്യിൽ അമ്മ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചേട്ടൻ്റെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പേടിയായിട്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല തലവേദന എടുത്തു. ഞാനവിടെ ഇറങ്ങിയപ്പോൾ ദൈവമേ ഞാനിവിടെ ഉണ്ടോയെന്ന് തന്നെ ഞാൻ എന്താ പറയുക വിചാരിച്ചു വിട്ടു. കാരണം നന്നായിട്ട് തലവേദനയൊക്കെ എടുക്കും. എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നത് അമ്മയുടെ ഒരു സന്തോഷമായിട്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ആ പോപ്കോണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ്ലി കുറേ അധികം കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ നോക്കിയ ടൈമിൽ അവിടെ കുറേ പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ കപ്സ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചൊരു സാധനം എടുത്താൽ ഈ ഒരു സംഭവം, ഇത് ബ്ലോപ്പിൽ എന്നാണ് പറയുക. നമുക്കിത് ഇതുപോലെ ഒരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിനുള്ളിലിട്ടിട്ട് ബ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്പ്രേ പെയിൻ്റ് ഒക്കെ പോലെ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിന് വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നടക്കുന്ന ടൈമിൽ കുറേ പാവകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം നമ്മുടെ പണ്ടത്തെ മിഠായികളും അതുപോലെ അൽവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കമ്മലുകളും കുറേ അച്ചാറുകളും ഉണ്ട് കേട്ടോ. അച്ചാറിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.